നമ്മൾ കൊറോളറി 3 ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഫ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. എസ് ഈസ് എ ബേസിസ് ആണെങ്കിൽ എസ് ഈസ് എ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് in the sense that if I is an independent subset that S contained or equal to I, then S equal to I. മൂന്നാമത്തത് S is a minimal spanning set in the sense that if G spans B, then G contained or equal to S and G equal to S. സോ നമുക്ക് മൂന്ന് കാര്യങ്ങൾ 1 implies 2, 2 implies 3 എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം. എസ് ബേസ് ആണെന്ന് വിചാരിച്ചു. നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആരേ പറ്റുള്ളൂ എന്ന് കാണിക്കണം, ഈ ബേസിസേ പറ്റുള്ളൂ എന്നുള്ളത് കാണിക്കണം അല്ലേ. ഓക്കെ, so let S be a basis of the vector space P and let I be an independent subset that S contained or equal to I ആയ രീതിയിൽ എടുക്കും. നമുക്ക് കാണിക്കേണ്ടത് എന്താ? S equal to I എന്നുള്ള രീതിയിൽ കാണിക്കണം അല്ലേ. ഓക്കെ, ബൈ കൊറോളറി 1 നമ്മൾ നേരത്തെ കാണിച്ച പ്രകാരം നമുക്ക് പറയാൻ പറ്റും, എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് I ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V can be extended to form a basis അല്ലേ. Hence there exists a basis B such that I contained or equal to B. നമ്മൾ തൊട്ടുമുമ്പത്തേലൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ കൊണ്ടുപോയി എന്താക്കാൻ പറ്റും, നമുക്ക് അതിനെ ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഈ ഐനെ എന്താക്കി മാറ്റാൻ പറ്റും? ആ ഐനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബേസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ ദർ എക്സ് എ ബേസിസ് ബി സച്ച് ദാറ്റ് ഐ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ബി. എസ് ആൾറെഡി ഐയിൽ കണ്ടെയ്ൻഡ് ആണ്, അപ്പോൾ ഐ ബിയുടെ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് എസ് കണ്ടെയ്ൻഡ് ഇൻ ബി ആണ് അല്ലേ. സിൻസ് എസ് ആൻഡ് ബി ആർ ബേസിസ്, എവരി ബേസ് ഓഫ് എ ഫൈനൈറ്റ് വെക്ടർ സ്പേസ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ. സോ എസ് കണ്ടെയ്ൻഡ് ഇൻ ഐ ആണ്, മാത്രമല്ല ഐ കണ്ടെയ്ൻഡ് ഇൻ ബി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നേ പറ്റുള്ളൂ? ബേസിസ് സെയിം ആയ, ബേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എസ് ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ വന്നേ പറ്റുള്ളൂ അല്ലേ. കാരണം നമ്മൾ തൊട്ട് അതിനേക്കാളും വലിയൊരാളെ കാണിച്ചു, പക്ഷേ ഈ ഇടയിലുള്ള രണ്ടാൾക്കാരും സെയിം ആയി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലുള്ള ആൾക്കാർ സെയിം ആയി വരുന്നുണ്ടെങ്കിൽ ഇടയിലുള്ള ആളിനും സെയിം ആയി വന്നേ പറ്റുള്ളൂ അല്ലേ. ദാറ്റ് മീൻസ് എസ് ഈസ് എ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. ഓക്കെ, അതായത് ഈ ഒരു ബേസിസ് ഉണ്ടെങ്കിൽ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് ആണ് എന്ത്, ഒരു വെക്ടർ സ്പേസിൻ്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആവാനുള്ള പറ്റുള്ളൂ. ഓക്കെ, അടുത്ത കാണിക്കണത് 2 implies 3 കാണിക്കാൻ പോകുന്നത്. മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ അത് ഏറ്റവും മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്നാണ് പറയാൻ പോകുന്നത് ബേസ് ആണെങ്കിൽ. ഓക്കെ, ലെറ്റ് എക്സ് ബി മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ബൈ കൊറോളറി 1 എന്താ, എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ഫോം എ ബേസിസ് അല്ലേ. ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതിനെ ബേസിസ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഹെൻസ് ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി സച്ച് ദാറ്റ് എസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ബി. സോ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബേസിസ് എന്തായാലും എടുക്കാൻ പറ്റും, അത് ബി എന്ന് വിളിച്ചു. ബി ബേസ് ആയതുകൊണ്ട് ബി എന്താണ്, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞ പ്രകാരം എന്താ, മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്താവാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് തൊട്ടുമുമ്പത്തിൽ പറഞ്ഞ പ്രകാരം അത് ബേസിസ് തന്നെ ആവാനേ പറ്റുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എസ് ഈക്വൽ ടു ബി. ദെർഫോർ എന്താണ്, നമ്മളെടുത്തിട്ടുള്ള പുതിയ എസ് എന്ന് പറയുന്നത് എന്തായി മാറിയിട്ടുണ്ട്, ബേസിസ് ആണ്. സോ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഒരു ബേസിസ് ആണ്. ഓക്കെ, ബേസിസ് ആണെങ്കിൽ നൗ ജി ബി എ സബ്സെറ്റ് ഓഫ് വി സച്ച് ദാറ്റ് സ്പാൻ ജി ഈക്വൽ ടു വി. ഓക്കെ, നമ്മൾ എടുക്കുകയാണ് ഒരു ജി എന്ന് പറഞ്ഞ സ്പാനിങ് സെറ്റ്, നമുക്ക് എടുക്കുകയാണെങ്കിൽ മിനിമൽ സ്പാനിങ് ആണ് കാണിക്കേണ്ടത് അല്ലേ. ഓക്കെ, ലെറ്റ് ജി ബി എ സബ്സെറ്റ് ഓഫ് വി സച്ച് ദാറ്റ് സ്പാൻ ജി കണ്ടെയ്ൻ ഈക്വൽ ടു വി ആണ് എടുത്തു. ഇനി ജി ക്ലിയർലി കണ്ടെയ്ൻഡ് എസ് ആയിരിക്കും, അപ്പോൾ ഓട്ടോമാറ്റിക്, കാരണം എസ് ബേസ് ആണ്. ഓക്കെ, ഇനി സിൻസ് ദ കണ്ടീഷൻ ഫോർ എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ടു ദി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈസ് വാക്വസ്ലി ഡിഫൈൻഡ് ഫൈ, വി ക്യാൻ കൺസിഡർ ദ എം ടി സെറ്റ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, so empty set is contained in G. Okay, then by the theorem given above there exists a basis B star of V such that എന്താണ്, ഈ എം ടി സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബേസിസ് ഉണ്ടാവും. ആ ബേസിസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മുടെ ജിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, കാരണം ജിയുടെ സ്പാനിങ്ങും വി ആന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ. അപ്പോൾ ഫൈ കണ്ടെയ്ൻഡ് ഇൻ ബി സ്റ്റാർ കണ്ടെയ്ൻഡ് ഇൻ ജി ആയ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. Then there is a basis B star of V such that phi contained in B star contained in G. Since S and B star are bases, every basis of a finite dimensional vector space has the same number of elements. അത് നമുക്കറിയാം ആൾറെഡി, ഏത് വെക്ടർ സ്പേസ് എടുത്താലും അതിനകത്തുള്ള നമ്പർ ഓഫ് ബേസിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ബേസിലുള്ള ആൾക്കാരുടെ എണ്ണം എന്തായി പറ്റുള്ളൂ, ഫൈനൈറ്റ് ആയി വന്നേ പറ്റുള്ളൂ. സോ തൊട്ട് മുമ്പത്തെ തിയറി പ്രകാരം, കൊറോളറി പ്രകാരം നമുക്ക് പറയാൻ പറ്റും, ജി കണ്ടെയ്ൻഡ് ഇൻ എസ് ആണ് നമുക്ക് തന്ന പ്രകാരം, എടുത്തിട്ടുള്ള പ്രകാരം. ബി സ്റ്റാർ കണ്ടെയ്ൻഡ് ഇൻ എന്താണ്, ജി ആണ്. അപ്പോൾ എന്തായി പറ്റുള്ളൂ, ഓട്ടോമാറ്റിക്കലി ബി സ്റ്റാറിൽ മാത്രമല്ല, ബി സ്റ്റാറിലെ ബേസിലെ എലമെൻറ്റ്സും എസ്സിലെ എലമെൻറ്റ്സിനും ബേസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയേ പറ്റുള്ളൂ. സോ ബി സ്റ്റാർ ഈക്വൽ ടു എസ് വന്നേ പറ്റുള്ളൂ. അത് ഈക്വൽ ടു എന്താവും, ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു ജി ആവും. ഓക്കെ, കാരണം ജി കണ്ടെയ്ൻ എസ് ആണ്, തിരിച്ച് ബി സ്റ്റാർ കണ്ടെയ്ൻ ജി ആണ്. ബി സ്റ്റാർ ഈക്വൽ ടു
എസ്സും ആണ്. സോ ദാറ്റ് ഈസ് എസ് കണ്ടെയ്നിങ് ജി ആണ്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ജി ആണ്. സോ എക്സ് എന്തായി മാറി? ഓട്ടോമാറ്റിക്കലി മിനിമൽ സ്പാനിങ് സബ്സെറ്റ് ഓഫ് വി ആയി മാറി. അടുത്ത് എന്താ കാണിക്കാൻ പോണേ? 3 implies 1 ആണ് കാണിക്കണം. അത് മിനിമൽ സ്പാനിങ് സെറ്റ് ആണെങ്കിൽ എന്താണെന്ന് കാണിക്കുന്നത്? ബേസിസ് ആണ് പ്രൂവ് ചെയ്യണം. Let S be a minimal spanning subset of V since the condition of set of elements to be linearly independent is vacuously satisfied by നേരത്തെ പറഞ്ഞ അതേ തട്ടിപ്പാ ചെയ്യാൻ പോണേ. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നു. അപ്പോൾ ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബേസിസ് ഇതിൻ്റെ സബ്സെറ്റായി വരും. We can consider empty set phi to be linearly independent. Also phi containing S. Phi എല്ലാവരുടെയും സബ്സെറ്റ് ആണ് അല്ലേ? Phi containing S. Then by above theorem എന്താ? There is a basis B of V such that എന്തുണ്ടാവും? Phi contained in B contained in S ആയിട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക് സിൻസ് B is a basis എന്താ? span B equal to V ആണ് അല്ലേ? That means hence minimality of S implies that എന്താ മിനിമാലിറ്റി പറഞ്ഞിട്ടുള്ളത്? മിനിമാലിറ്റി പറയുന്നത് അതിനേക്കാളും ചെറിയൊരു സബ്സെറ്റ് ഉണ്ടെങ്കിൽ ആ സബ്സെറ്റ് ഇതും ഈക്വലായി വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അല്ലേ? ബൈ മിനിമാലിറ്റി എന്താവണം? B equal to S ആവണം. By the minimality of S implies that S equal to B. Therefore, S is a basis. So, minimal spanning set ആണെങ്കിൽ എന്തായി മാറും? അത് ബേസിസ് ആയി മാറും. That is 3 implies 1 ആണ്. സോ നമ്മൾ 1 implies 2 implies 3 ആണ് കാണിച്ചത്. എന്താണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. എസ് ഒരു ബേസ് ആണെങ്കിൽ അത് മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയിരിക്കും. മാത്രമല്ല എസ് ഒരു മിനിമൽ സ്പാനിങ് സെറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത കൊറോളറി 4. If V is a dimension n, there every subset containing more than n elements is linearly independent. If V is of dimension n, then every subset containing more than n elements is linearly dependent. No subset containing fewer than n elements can span V. അപ്പോൾ നമുക്ക് മുമ്പത്തെ തിയറത്തിൻ്റെ കൊറോളറിയാണ് ഈ പറയണത്. വിയുടെ ഡയമെൻഷൻ n ആണെന്ന് വിചാരിച്ചു. വിയുടെ ഡയമെൻഷൻ n ആണെങ്കിൽ ബേസിസിലെ എലമെൻറ്റ്സ് എത്രയാണ്? n ആൾക്കാരാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാക്സിമൽ സെറ്റിലെ ആൾക്കാരുടെ എണ്ണം എത്രയായിരിക്കും? n ആയിരിക്കും. മിനിമലായിട്ട് സ്പാൻ ചെയ്യേണ്ട ആൾക്കാരുടെ എണ്ണം എത്രയായിരിക്കും? n ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് എന്നിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി വരാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ലീനിയർലി ഡിപെൻഡൻ്റ് ആവും. അതുപോലെ n എലമെൻറ്റ്സിനേക്കാളും കുറവായിട്ടുള്ള എലമെൻറ്റ്സ് എടുത്താൽ അത് വെച്ചിട്ട് അതിൻ്റെ ആ സ്പേസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പാൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, by corollary 3, each basis is a maximum independent set. Hence, every subset containing more than n elements is linearly dependent. Also, by corollary 3, each basis is minimal spanning set. So, no subset containing fewer than n elements can span V. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിക്കുക. വെക്ടർ സ്പേസ് R3 എടുക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, വെക്ടർ സ്പേസ് R3 എടുത്താൽ അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 3 എലമെൻറ്റ്സ് എന്ത് വരാൻ പറ്റുള്ളൂ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാക്സിമം വരാൻ പറ്റുള്ളൂ എന്ന് അല്ലേ? ദാറ്റ് മീൻസ് 3 എലമെൻറ്റ്സ് കൂടുതൽ ഒരു 4 എലമെൻറ്റ്സ് എടുത്താൽ അടുപ്പിച്ചെടുത്താൽ V1 V2 V3 V4 എടുത്താൽ R3 4 എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് അവരെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ അതിൽ നിന്ന് 2 എലമെൻറ്റ്സ് കൊണ്ട്, അതായത് വിനകത്തു നിന്നുള്ള 2 എലമെൻറ്റ്സ് കൊണ്ട് ആരെ സ്പാൻ ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും R3നെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്പാൻ ചെയ്യുന്ന മാക്സിമം ആയിട്ടുള്ള ആൾക്കാർ മിനിമം സ്പാനിങ് ആയിട്ട് എത്ര ആളാണ്? 3 ആൾ വന്നേ പറ്റുള്ളൂ സ്പാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, now theorem 2. Let V be a finite dimensional vector space. If W is a subspace of V, W is a subspace of V, then W is also a finite dimensional and dimension of W less than equal to dimension of V. Moreover, dimension of W equal to dimension of V if and only if W equal to V. എന്താ കാണിക്കേണ്ടത്? V ഒരു വെക്ടർ സ്പേസ് ആണ് എടുത്തു, അതിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്ന സബ്സ്പേസ് എടുത്തു അതിൻ്റെ. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ? എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W is an again ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് V. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ സബ്സെറ്റ് ഓഫ് V ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എ കണ്ടെയ്നിങ് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് B ആണ് അല്ലേ? ഓക്കെ, by theorem 1, though every independent subset of W has at most എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? n വെക്ടേഴ്സ്. കാരണം എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറ്റ്മോസ്റ്റ് n എലമെൻറ്റ്സ്. കാരണം എന്താ? നമ്മൾ ഡയമെൻഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് V എന്ന് പറഞ്ഞാൽ n ആണ്. ഓക്കെ, എന്നിലെ ബേസിലെ എലമെൻറ്റ്സ് n ആണുള്ളത്. സോ ഡബ്ല്യുവിൻ്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ എത്ര ആൾ ഉണ്ടാവാൻ പറ്റുള്ളൂ? എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് W has at most n വെക്ടേഴ്സ്. ഹെൻസ് B is a basis of W. B has at most n vectors. Therefore, B is finite dimensional and dimension of W less than or equal to n equal to dimension of V. എന്താ പറഞ്ഞിട്ടൊന്ന് ശ്രദ്ധിക്കുക. V ഒരു വെക്ടർ സ്പേസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ n ആണ് എടുത്തു. W അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് W എന്ന് എടുത്തു കഴിഞ്ഞാൽ
അത് ഉറപ്പായിട്ട് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ആരായിരിക്കും? വി ആയിരിക്കും അല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂവിനെ അതിനെ കൊണ്ടുപോയി എത്ര എണ്ണം മാക്സിമം എടുക്കാൻ പറ്റും? n വെക്ടേഴ്സേ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബിയുടെ ബേസിൽ എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? n എലമെൻറ്റ്സാണ് ഉള്ളത്. ഇനി n എലമെൻറ്റ്സുള്ള സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി ബിയിൽ n എലമെൻറ്റ്സുകളുണ്ട്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഉറപ്പായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആരായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഓക്കെ. ഇനി ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഡയമെൻഷൻ ഓഫ് വി n ആണെങ്കിൽ എന്താ അർത്ഥം? ദെൻ ദ ബേസിസ് ബി ഓഫ് ഡബ്ല്യൂ ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ഹാവിംഗ് n എലമെൻറ്റ്സ് അല്ലേ? ഇനി ബൈ കൊറോളറി ടു ബൈ തിയറം ബേസ് ഓഫ് വി ഡബ്ല്യൂ ഈക്വൽ ടു സ്പാൻ ബി ആണെന്ന് വിചാരിക്കുക. ഈക്വൽ ടു വി ആണെങ്കിൽ എന്തെന്നെ പറ്റുള്ളൂ? വിയും ഡബ്ല്യൂ എന്താവണം? സെയിം ആവും അല്ലേ? അതുപോലെ വി ഡബ്ല്യൂ സെയിം ആണെങ്കിൽ ഡയമെൻഷൻ എന്താവാൻ പറ്റുള്ളൂ? സെയിം ആയി പറ്റുള്ളൂ. വെക്ടർ സ്പേസ് രണ്ട് സെയിം ആണെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഡയമെൻഷൻ രണ്ട് സെയിം ആണെങ്കിൽ അത് വെച്ച് സ്പാൻ ചെയ്യുന്ന ആളും തന്നെയായിരിക്കും സെയിം ആയിട്ടാണ് കിട്ടുക. അതാണ് എൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.